സൂറത്തുൽ ഹിജ്റിന്റെ 75-ാമത്തെ വചനത്തിൽ ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിൽ മുതവസ്സിമീൻ, നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിൽ പല ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ്. അതാണ് തഫ്സീറുകൾ അല്ലെങ്കിൽ പരിഭാഷയിൽ കാണാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ മുതവസ്സിമീൻ എന്നുള്ള പദം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് സിമ അല്ലെങ്കിൽ വസം എന്ന് വെച്ചാൽ ഭാഷയിൽ ലോഗോ അല്ലെങ്കിൽ സിംബൽ എന്നാണ് അർത്ഥം, ഇൻസിഗ്നിയ. അതായത് ഇപ്പൊ ലോഗോ അതേ പദത്തിൽ നിന്നാണ് ഇസ്മ എന്നുള്ള പദമെല്ലാം ഉത്ഭവിക്കുന്നത്. എല്ലാത്തിലും ഒരു ലോഗോ ഉണ്ട് എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല. അതായത് ഇപ്പൊ ഒരു ലോഗോ യഥാർത്ഥത്തിൽ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ കമ്പനിയെ നിർമ്മാതാക്കളെ സംബന്ധിച്ചുള്ള ഒരു ഹിന്റ്, ഒരു സൂചനയാണ് ഓരോ ലോഗോയും നൽകുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പൊ നമ്മൾ ഒരു ഒട്ടകത്തെ നമ്മൾ പറയാറുണ്ട്, ഒരൊട്ടകത്തെ നേരിട്ട് കാണണമെന്നില്ല, അതിന്റെ ഒരു കാലടി നോക്കിയാൽ തന്നെ അതിലൂടെ ഒരു ഒട്ടകം നടന്നുപോയി എന്നുള്ളൊരു കൺക്ലൂഷൻ അത് വെച്ച് നമുക്ക് നടത്താൻ സാധിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ചിന്തിക്കുന്ന ആളുകൾക്ക് എല്ലാത്തിലും ഒരു ഡിവൈൻ സിംബൽ, ഒരു ലോഗോ ഉണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അത് സൃഷ്ടികളിലുടനീളം. അപ്പൊ നമുക്കറിയാം, സൃഷ്ടികൾക്കിടയിൽ പരിണാമവാദികളെല്ലാം വലിയ സംഭവമായിട്ട് പറയാറുണ്ട്, സൃഷ്ടികൾക്കിടയിലുള്ള നിരവധി സാമ്യതകൾ. അത് സ്വാഭാവികമാണ്, കാരണം എല്ലാം ഒരേ സൃഷ്ടാവിന്റെ വൈവിധ്യമാകുന്ന സൃഷ്ടികളാണ്. അപ്പൊ അതിലെല്ലാം ഒരു ഡിവൈൻ സിഗ്നേച്ചർ, ഒരു ലോഗോ കാണാൻ സാധിക്കും എന്നുള്ള അതിൽ വലിയ അത്ഭുതമല്ലേ. നമ്മുടെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് സൃഷ്ടികളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുടനീളം കടന്നു വരുന്ന ഓരോ മൊമെന്റുകളിലും ഒരു മെസ്സേജ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. പക്ഷെ അത് കാണണമെങ്കിൽ ആ നൂറൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു വെളിച്ചം ലഭിച്ച ആ ഒരു വെളിച്ചത്തിലൂടെ നോക്കുന്ന ആളുകൾക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമേ ആ മെസ്സേജ് വായിക്കാൻ അല്ലെങ്കിൽ അത് കേൾക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം സ്ക്രിപ്റ്റ് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതിയത് പ്രകാരം, അതിനനുസരിച്ച് ആ ഒരു ഖദർ പ്രകാരമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ യാതൊന്നും യാദൃച്ഛികം അല്ലെങ്കിൽ ഭാഗ്യമായിട്ട് അങ്ങനെ യാതൊന്നുമില്ല. എല്ലാം ദൈവികമായിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ ആ ഖദർ അനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓരോ മൊമെന്റിലും നമ്മൾ കാണുന്നത്, നമ്മളിലേക്ക് വരുന്ന മെസ്സേജ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ വായിക്കുന്നത്, അതെല്ലാം അതിലൂടെയെല്ലാം നിരവധി മെസ്സേജുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെയെല്ലാം പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾ നമ്മളിലേക്ക് വന്ന് പറയുന്ന സംസാരങ്ങളിലെല്ലാം അതിലൂടെയെല്ലാം നിരവധി മെസ്സേജുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ടാവും. ബുദ്ധിയുള്ള ആളുകൾക്ക് അത് കാണാൻ സാധിക്കും എന്നുള്ള ഓർക്കുന്നത്. പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ബാല്യകാലത്തുള്ള പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമുണ്ട്. അദ്ദേഹം 2-3 വർഷത്തെ ഒരു പണ്ഡിതന്റെ കീഴിൽ 2-3-4 വർഷത്തെ പഠനത്തിന് ശേഷം ആ പഠിക്കുന്ന സമയത്ത് എഴുതിയെടുത്ത ആ നോട്ടുകളുടെ വലിയ ഭണ്ഡാരവുമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് മരുഭൂമിയിൽ ഒരു കൊള്ളസംഘം കാത്തിയു തൊരീഖ് അവര് വന്നിട്ട് അവരെ വളഞ്ഞു. ആ കൊള്ളസംഘത്തിന്റെ തലവൻ വന്നിട്ട് ആ നോട്ടുകൾ അടങ്ങുന്ന ആ വലിയ ഭാണ്ഡം മുഴുവൻ അയാൾ എടുക്കുകയാണ്. ആ സമയത്ത് ഈ കുഞ്ഞായിരിക്കുന്ന 18-19 വയസ്സ് മാത്രം പ്രായമുള്ള ഇമാം ഗസാലി റഹിമഹുല്ലാ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദയവ് ചെയ്ത് എന്റെ അറിവ് എന്നിൽ നിന്ന് മോഷ്ടിക്കരുത്, എടുക്കരുതെന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. ആ സമയത്ത് ആ കൊള്ളസംഘത്തിന്റെ തലവൻ അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, എന്നെപ്പോലുള്ള ഒരാൾക്ക് മോഷ്ടിക്കാൻ സാധിക്കുന്ന അറിവാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? അതെന്ത് അറിവാണ്? മോഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു ഇൽമ, അങ്ങനത്തെ ആ രൂപത്തിലൊരു ഇൽമുണ്ടോ? അയാൾ ആ രൂപത്തിൽ സംസാരിക്കുന്നു. പിൻകാലഘട്ടത്തിൽ ഇമാം ഗസാലി റഹിമഹുല്ലാ പറയുന്നുണ്ട്, അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളിലൂടെ അതെന്നോട് പറയായിരുന്നു എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ഷൈ. അത് വലിയൊരു മെസ്സേജ് എനിക്ക് അയാളിലൂടെ നൽകിയതായിരുന്നു. ഞാൻ പിന്നീട് ഇമാം ഗസാലി റഹിമഹുല്ലാ അദ്ദേഹം തിരിച്ചു പോയിട്ട് അതേ ഇമാമിന്റെ അടുത്ത് പിന്നീട് വീണ്ടും വർഷങ്ങളോളം പഠിച്ച് അത് മുഴുവൻ മനപ്പാടാക്കിയ ഒരു നോട്ടും ഇല്ലാതെ പിന്നീട് തിരിച്ചു വന്നു എന്നുള്ളത്. അപ്പൊ അയാൾ യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് അതിലൂടെ ചില മെസ്സേജുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിയാണ്. അപ്പൊ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത് ബുദ്ധിയുള്ള ആളുകൾക്ക് അത് യഥാർത്ഥത്തിൽ അതിലൂടെ എനിക്ക് ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ എന്നോട് എന്തോ പറയുന്നുണ്ടെന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്.